സംസ്ഥാനത്ത് വീണ്ടും ജീവനെടുത്ത കാട്ടാനക്കലി. വയനാട് പുത്തുമല സ്വദേശി ജെസ്സിയാണ് ഭർത്താവിനൊപ്പം സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്നതിനിടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ആനയെ മയക്കുവെടി വെച്ച് പിടികൂടണമെന്നും കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ട് നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. സംഭവത്തിൽ വനമന്ത്രി ഷിബു ബേബി ജോൺ വിശദമായ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. മേപ്പാടി ചൂരൽമല റോഡിൽ പുത്തുമലക്കടുത്ത് ചൂണ്ടിവളവിൽ രാവിലെ 6:30യോടെയായിരുന്നു കാട്ടാന ആക്രമണം. പുത്തുമല സ്വദേശി ജെസ്സിയും ഭർത്താവ് ഷാജിയും ജോലിക്ക് പോകാനായി സ്കൂട്ടറിൽ വരുമ്പോൾ 2 കാട്ടാനകൾ റോഡിൽ നിലയുറപ്പിച്ചിരുന്നു. സ്കൂട്ടർ തിരിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ കാട്ടാനകളിൽ ഒന്ന് ഓടി വന്ന് ജെസ്സിയെ ചുഴറ്റി എറിയുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ജെസ്സിയെ സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സംരക്ഷിക്കേണ്ടത് മനുഷ്യന്മാരെ സംരക്ഷിക്കേണ്ടത്. അവർ നിലകൊള്ളുന്നത് തന്നെ മൃഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. മൃഗങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും കാട്ടുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് അവർ നിലകൊള്ളുന്നത്. മനുഷ്യന്മാർക്ക് എന്ത് വിലയുള്ളത്? ഇപ്പൊ ഇന്ന് സംഭവിച്ചത് ആ ചേച്ചി ആ ചേട്ടനും അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് വകുപ്പില്ലാതെ അവർ സുഖമില്ലാത്തൊരു മനുഷ്യനാണ് ആ ഷാജേട്ടനൊക്കെ. ഈ സുഖമില്ലാത്ത ആളാണ് അയാളൊക്കെ ഒരു വകുപ്പ് ഒരു വിധമാണെങ്കിൽ സുഖം ഉണ്ടെങ്കിൽ അയാൾ വീട്ടിൽ നിൽക്കൂലേ? അയാളൊരു വകുപ്പില്ലാത്തതുകൊണ്ട് അയാളെ ഭാര്യയും കൂട്ടി അയാൾ രാവിലെ പോകുന്ന പോക്കിലാണ് രാവിലെ ആനന് മുമ്പ് പെട്ടത്. കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് മേപ്പാടി ടൗണിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു. ആനയെ മയക്കുവെടിവെച്ച് പിടികൂടണമെന്നും കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു സമരം. ഒരാള് ഒരു വീട്ടുപണിക്ക് പോകണമെങ്കിൽ എത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടായിരിക്കും അവർ രാവിലെ ഇറങ്ങിയിട്ടുണ്ടാകുക വീട്ടിൽ നിന്ന്. ഒരു മോള് പ്രസവിച്ചിറങ്ങുന്ന ആ കുട്ടീനെ നോക്കാനുള്ള നിവൃത്തികേട് അവർക്കില്ല. അവരിറങ്ങിപ്പോയി പണിക്ക്. ആ കുട്ടീനെ നോക്കണമെങ്കിൽ അവർ പണിക്ക് പോയെങ്കിലേ ഉള്ളൂ അല്ലേ? അപ്പൊ അതാണ് ഞങ്ങൾ ആവശ്യം. 50 ലക്ഷം രൂപ അവരെ മോൾക്ക് ഒരു ഗവൺമെന്റ് ജോലി. നേഴ്സിങ്ങിനാണ് ആ കുട്ടി പഠിച്ചതല്ല, നേഴ്സാണ് ആ കുട്ടി. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒരു ജോലി കൊടുക്കണം. ആനയെ പിടികൂടാനുള്ള നടപടി സ്വീകരിക്കുമെന്നും ആദ്യഘട്ടത്തിൽ കുടുംബത്തിന് നഷ്ടപരിഹാരമായി 14 ലക്ഷം രൂപ നൽകുമെന്നും സൗത്ത് DFO നേരിട്ടെത്തി ഉറപ്പു നൽകി. ഇതിനെ തുടർന്ന് നാട്ടുകാർ സമരം അവസാനിപ്പിച്ചു. ഒന്നാമത്തെ ആവശ്യം നിങ്ങൾ പറഞ്ഞത് ആനയെ പിടിച്ചു മാറ്റണം, മയക്കുവെടി വെച്ച് പിടിച്ചു മാറ്റലാണ്. അത് നമ്മൾ ഉടനെ ഇന്ന് തന്നെ ആരംഭിക്കുന്നതാണ് നടപടികൾ. രണ്ടാമത് നിങ്ങൾ ചോദിച്ചത് 25 ലക്ഷം രൂപയാണ്. അതായത് ഇപ്പോഴത്തെ ഉത്തരപ്രകാരം 14 ലക്ഷം രൂപ നമുക്ക് കൊടുക്കാൻ പറ്റും. ബാക്കിയുള്ള തുക അനുവദിക്കാൻ വേണ്ടി നമ്മൾ സർക്കാരിലോട്ട് റിപ്പോർട്ട് കൊടുക്കുന്നതാണ്. മൂന്നാമത് സ്ഥിരം ജോലി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിലിപ്പോൾ നമുക്കിപ്പോൾ ഓഫീസ് ചെയ്യാൻ അടിയന്തരമായിട്ട് ചെയ്യാൻ പറ്റിയത് താൽക്കാലിക ജോലി കൊടുക്കുക എന്നുള്ളതാണ്. സ്ഥിരം ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ സർക്കാരിലോട്ട് റിപ്പോർട്ട് കൊടുക്കുന്നതാണ്. ജെസ്സിയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്നും മരണാനന്തര ചടങ്ങുകൾക്ക് 10,000 രൂപ അനുവദിച്ചതായും മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. അടിയന്തര സഹായമായി 10 ലക്ഷം രൂപ കുടുംബത്തിന് നൽകാനുള്ള നടപടി ബഹുമാനപ്പെട്ട വനം മന്ത്രിയുമായി സംസാരിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ തുക കൈമാറാനുള്ള നടപടികളിലേക്ക് വനം വകുപ്പ് കടന്നിട്ടുണ്ട്. പിന്നെ 10,000 രൂപ മരണാനന്തര കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾക്കും നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. കാട്ടാന ആക്രമണത്തിൽ വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ വിശദമായ റിപ്പോർട്ട് തേടി. ന്യൂസ് മലയാളം, വയനാട്.